ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന മമതാ ബാനർജി ഇന്ത്യ സഖ്യവുമായി നടന്ന സീറ്റ് ചർച്ച പരാജയപ്പെട്ടു. മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളെല്ലാം തള്ളി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തന്നെ ക്ഷണിച്ചില്ലെന്നും മമതാ ബാനർജി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഏത് സാഹചര്യത്തിലാണ് ഈ സീറ്റ് ചർച്ച പരാജയപ്പെട്ടത്? മമതയുടെ നിലപാടെന്താണ്? കോൺഗ്രസുമായി നടത്തിയ സീറ്റ് ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് കോൺഗ്രസിന് 2 സീറ്റുകൾ മാത്രമേ ബംഗാളിൽ നൽകൂ എന്നുള്ളതാണ്. 3 സീറ്റുകൾ നൽകണമെങ്കിൽ പകരമായി മേഘാലയയിലും അസമിലും തങ്ങൾക്ക് 3 സീറ്റുകൾ നൽകണം എന്ന ആവശ്യവും തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. ഇത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ ബംഗാൾ ഘടകം തയ്യാറായില്ല. തുടർന്നാണ് സീറ്റ് ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്നാൽ പിന്നീട് യാതൊരു തരത്തിലുള്ള ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ലെന്ന നിലപാട് മമത എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. സീറ്റ് ചർച്ച പരാജയപ്പെട്ടതായി മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നും മമത പറഞ്ഞു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഭാരത് ജോഡോ ന്യായ് യാത്ര നാളെ ബംഗാളിലേക്ക് പ്രവേശിക്കാൻ ഇരിക്കെയാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മമതയെ ക്ഷണിച്ചതായി കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു യാത്രയിലേക്ക്. എന്നാൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം അറിയിച്ചിട്ടില്ല എന്നുമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നത്. എന്നാൽ തന്നെ ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് ക്ഷണിച്ചിട്ട് പോലുമില്ല എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ തന്റെ സംസ്ഥാനത്തു കൂടി പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ സഖ്യ കക്ഷി ഒരു യാത്ര നടത്തുമ്പോൾ അതിലേക്ക് തന്നെ അറിയിക്കുകയോ തന്നെ അതിലേക്ക് ക്ഷണിക്കുകയോ ചെയ്തില്ല എന്ന കുറ്റപ്പെടുത്തലാണ് മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതിനെതിരെ കടുത്ത വിമർശനവുമായി മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും തൃണമൂൽ കോൺഗ്രസ് എന്നും ഇന്ത്യ സഖ്യം ബംഗാളിലും ഉണ്ടാകില്ല എന്നുമുള്ള ഒരു പ്രഖ്യാപനം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി ബൽറാം.